ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല ക്രീമി ആയിട്ടുള്ളൊരു ചിക്കൻ സ്റ്റൂ തയ്യാറാക്കാം. അതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് എല്ലോട് കൂടിയ 1/2 കിലോ ചിക്കനാണ്. ഒരു പാൻ ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ച് പട്ട, ഗ്രാമ്പു, തക്കോലം ഇതെല്ലാം ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെറിയ ഒരു കഷ്ണം ഇഞ്ചിയും 7 അല്ലി വെളുത്തുള്ളിയും 4 പച്ചമുളക് ചതച്ചതും കൂടി ഇട്ട് 2-3 മിനിറ്റ് വഴറ്റാം. നൈസായി അരിഞ്ഞ 4 സവാളയും ചെറിയ ഒരു കഷ്ണം ക്യാരറ്റും ഒരു ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി ചേർക്കാം. ഉള്ളിയെല്ലാം ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. 1 സ്പൂൺ ഗരം മസാലയും എരിവിനാവശ്യമായ കുരുമുളക് പൊടിയും ചേർത്തൊന്ന് ഇളക്കി ചിക്കൻ കൂടി ഇട്ട് കൊടുത്ത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് അടച്ചു വയ്ക്കാം. ഒരാവിയൊന്ന് വേവട്ടെ. 5 മിനിറ്റിന് ശേഷം നമുക്കതൊന്ന് തുറന്ന് നോക്കാം. നല്ലൊരു ആവി വന്ന് ഉള്ളിയെല്ലാം വേണ്ട ചിക്കനുമായിട്ട് യോജിച്ചിട്ടുണ്ട്. ഇനി കുറച്ച് കറിവേപ്പിലയും ഇട്ട് 1 മുറി തേങ്ങയുടെ 2ാം പാലാണ് ഞാനിതിൽ ചേർത്ത് കൊടുക്കുന്നത്. അതിൽ ചിക്കനൊന്ന് വെന്ത് വരട്ടെ. ചിക്കൻ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. നമ്മുടെ കിഴങ്ങെല്ലാം വെന്ത് അതിലുടഞ്ഞ് ചേർന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യ തേങ്ങാപ്പാൽ കൂടി ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞാൽ കറി തിളയ്ക്കരുത്, നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. കറി നല്ല കുറുകി വന്നിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം. നല്ല ക്രീമിയും ടേസ്റ്റിയുമായ ചിക്കൻ സ്റ്റൂ റെഡിയായിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ അപ്പമോ ഇടിയപ്പമാണ് നല്ല കോംബോ. ഞാനിന്നിവിടെ അപ്പമാണ് എടുത്തിരിക്കുന്നത് ചിക്കൻ സ്റ്റൂവുമായിട്ട് കഴിക്കാൻ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാരെ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.